ഇന്നത്തെ വീഡിയോയിൽ ഒട്ടകത്തിന് തല്ലിയിട്ടുള്ള ഒട്ടകോട്ട മത്സരവും അതുപോലെ തന്നെ രാജസ്ഥാനിലെ ഒരു ബസ് യാത്രയാണ് നിങ്ങൾ കാണുന്നത്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാജസ്ഥാനിലെ ഒരു ബസ് സ്റ്റാൻഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ഒരു ബസ് യാത്രയാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാട്ടാ. ഇതാണ് ബസ് സ്റ്റാൻഡ്. കുറേ ബസ്സുകളുണ്ട്, അതുപോലെ തന്നെ കുറേ ഓട്ടോകളും ഉണ്ട്. ഹൂരി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകേണ്ടത്. ആരിനോട് എങ്ങനെ ചോദിക്കണം എന്ന് അറിയില്ല. നമുക്ക് ഹൂരി വില്ലേജിലേക്കാണ് പോകേണ്ടത്. ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട്. ബസ്സാണെന്ന് പറഞ്ഞാൽ എല്ലാ ബസ്സിലെയും ഹിന്ദിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. പണ്ടേ 10ാം ക്ലാസ് തൊട്ട് പഠിക്കുമ്പോൾ ഹിന്ദി നല്ലപോലെ പഠിച്ചാൽ മതിയായിരുന്നു ഇപ്പോഴാണ് തോന്നുന്നത്. ഭയ്യ ഹൂരി വില്ലേജ് ബസ് ആളെന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. അടുത്ത ആളിനോട് പോയി ചോദിക്കാം. ഹൂരി വില്ലേജ് ബസ്. അയാളും കൈ മലത്തിയിട്ട് അറിയില്ല എന്നാ പറഞ്ഞു. ഇനി വേറെ ആളിനോട് പോയി ചോദിക്കാം. അവസാനം ഒരു അപ്പൂപ്പൻ എനിക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. ഒരു അപ്പൂപ്പൻ പറഞ്ഞു തന്നൂട്ടാ. ഇതാണ് ബസ്. ഹൂരി ബസ് അല്ലേ? ഹൂരി ബസ്. ഞാൻ വീണ്ടും പെട്ടു. അയാൾ കാണിച്ചു തന്ന ബസ് അല്ല അത്ര. പക്ഷെ അവസാനം ഞാൻ കണ്ടുപിടിച്ചുട്ടാ. നമ്മുടെ ബസ് 12:45. അതുവരെ വെയിറ്റ് ചെയ്തിട്ട് വേറൊരു ബസ്സിന് ഇരിക്കുകയാണ് കേട്ടാ. ഇവിടുത്തെ ആളുകൾ വെറൈറ്റി രീതിയിൽ മുണ്ടെടുക്കുക. അപ്പോഴേക്കും ബസ് വന്ന് ബസ്സിന്റെ ജനലക്കൂടെ ഇട്ടിട്ടൊക്കെയാണ് ആളുകൾ സീറ്റ് പിടിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബസ് വന്ന് കയറണം. ഒറ്റ ഇംഗ്ലീഷ് ബോർഡ് പോലും ഇല്ല. അങ്ങനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് നമ്മൾ കയറാൻ നിൽക്കുകയാണ്. നല്ല തിരക്കുണ്ട്. സീറ്റൊക്കെ പിടിച്ചിരിക്കണം. സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കാം. സീറ്റ് തന്നെ കിട്ടി. നമ്മൾ നമ്മുടെ സീറ്റിൽ ഇരുന്നോട്ടെ. ഇനി വണ്ടി എടുക്കാൻ പോവാണേ. ഇതാണ് സീറ്റിൻ്റെ അവസ്ഥ. ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇരിക്കണം എൻ്റെ ഫ്രണ്ട് സീറ്റ് കേട്ടാ. മൊത്തം സ്ത്രീകളാണ്. എല്ലാം സ്ത്രീകളാണ്. 3/4 പേരും സ്ത്രീകളാണ് ഈ ബസ്സിൽ. എല്ലാവരും ഇതുപോലെ തലയിലൊരു തട്ടം പോലത്തെ എന്തോ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടാ. അപ്പുറത്ത് എല്ലാവരും അങ്ങനെ തന്നെ. ഇവിടെ 3/4 പേരും അങ്ങനെ ഇട്ടിരിക്കണേ. ഈ ഒരു ചെക്കനാണെങ്കിൽ പാമ്പരാഗം കഴിച്ച് റീൽസേ കണ്ടിട്ടിരിക്കുക. മനസ്സിന് പ്രാന്താവുണ്ട്. അങ്ങനെ വെളിയിലത്തെ കാഴ്ചകൾ കണ്ട് യാത്ര തുടങ്ങുകയാണ് കേട്ടാ. ബസ്സിന്റെ വെളിയിലുള്ളത് മൊത്തം വരണ്ട പാടങ്ങളാണ്. അങ്ങനെ സൈഡ് സീറ്റിലൊക്കെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നു. ഞാൻ 200 നോട്ട് കൊടുത്തു. എനിക്ക് 60 രൂപയാണ് ടിക്കറ്റ് ആയത് ഹൂരി വില്ലേജിക്ക്. ബാക്കി പൈസ കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഇനി തന്നിട്ടില്ലെങ്കിൽ ഞാൻ ചോദിക്കൂല. എനിക്ക് ചോദിക്കാൻ അറിയൂല. ഇടയ്ക്ക് മാസ്ക് ഇട്ടിരുന്നു കേട്ടോ. ബാക്കിലുള്ളവനാണെങ്കിൽ പാമ്പരാഗ് കഴിച്ചിട്ട് എന്റെ ജനലാണെങ്കിൽ ഇടയ്ക്ക് തുറക്കും, ഇടയ്ക്ക് ഇതുപോലെ അടയ്ക്കും. അവനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഇഷ്ടപ്പെടാത്തതാണ് പാമ്പരാഗിന്റെ മണം. എന്നാലും സൈഡ് സീറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടുപോകാൻ അടിപൊളിയാണ് കേട്ടോ. മൊത്തം വരണ്ട പാടവും മണ്ണുള്ള റോഡും. ഇടയ്ക്ക് നിറയെ പശുവിന് ഇതുപോലെ കാണാൻ പറ്റും. ഇവിടെ ഗോമാതാവാണ്. പശുവിനൊന്നും പറയാൻ പറ്റില്ല. ആൺ പശുവിന് പിന്നെ എന്തെങ്കിലുമൊക്കെ പറയാം. പെൺപശു എന്ന് പറയുന്നത് ഇവിടുത്തെ ഗോമാതാവാണ്. അങ്ങനെ നമ്മുടെ അടുത്തിരുന്ന ആളെ നമ്മൾ വീഡിയോ എടുക്കുന്ന ഇങ്ങനെ സ്ഥിരമായിട്ട് ഒറ്റക്കണ്ണിട്ട് ഇടവിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഐഡിയ സിം ആയതുകൊണ്ട് റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് മൊത്തം റേഞ്ച് കട്ടായി പോയി. നല്ല പൊടിക്കാറ്റാണ് കേട്ടോ. നമുക്ക് അടുത്തുള്ള ആളെ നമുക്ക് സംസാരിച്ചിട്ട് കയ്യിലെടുക്കാം. अपना मजना खान. ओके भैया. मजना खान भैया. ഓക്കെ ഭയ്യ. അങ്ങനെ നമ്മുടെ ഇറങ്ങേണ്ട സ്റ്റോപ്പ് ഇറങ്ങാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട നിലത്തൊക്കെ നിറയെ അരിഞ്ചാക്കും. തൊട്ട് അപ്പുറത്ത് നോക്കി എന്ന് പറഞ്ഞാൽ ഇതുപോലെ മുകളിൽ പച്ചക്കറികളും നിലത്ത് ഇതുപോലെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ മേലെ ഇരുന്നിട്ടും അങ്ങനെയൊക്കെ ഇരുന്നിട്ടാണ് പോണത്. നല്ല തിരക്കുമാണ് വണ്ടിയിൽ. നമ്മളങ്ങനെ ബസ് ഇറങ്ങിയില്ലേ? बादल हाउस. ठीक है भैया. ഞാൻ നമ്മളെ വിളിക്കാൻ വന്ന ആള് കേട്ടോ. അവിടെ ഹൂരി വില്ലേജിലേക്കാണ് വന്നിരിക്കുന്നത്. നിറയെ ഒട്ടകങ്ങളുണ്ട് ഇവിടെ. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകണം കേട്ടോ. ബാദൽ ഹൗസ് എന്ന് പറയണ ഇതിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണേ. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ എല്ലാം. ഭയ്യ നമസ്തേ ജി. ഇതാണ് നമ്മളിനി താമസിക്കാൻ പോണ വീട് കേട്ടാ. ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. ഓക്കെ ഇതില്ല. ഇന്ദ്രജിത്ത്. ഗുഡ്. ഓക്കെ.
ഇതാണ് നമ്മുടെ റൂം കേട്ടാ. ഇനിമുൾ താമസിക്കാൻ പോകുന്ന റൂം ഇതാണ്. അപ്പോൾ രണ്ടുപേരിൻ്റെ ബെഡ് ഉണ്ട്, അടിപൊളി സെറ്റപ്പ് ഉണ്ട് കേട്ടാ. നമുക്ക് നല്ല വിശപ്പുണ്ട് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഫുഡ് നമുക്ക് കൊണ്ടുവന്നുണ്ട്. റാബൂടി, दाल, ബാജ്ര റോട്ടി, ग्रीन चिली पिकल, ഗ്രീൻ ചില്ലി चावल. ഓക്കെ. നല്ല അടിപൊളി ഫുഡ് കേട്ടോ, ഭയങ്കര ഇഷ്ടമായി ഇത്. ചാർക്ക് വെച്ച് കഴിക്കണം. ഫുഡ് കഴിച്ചു കഴിഞ്ഞതും ഇവിടുത്തെ ആടിനെ അടുത്ത് എൻ്റെ കൈ തന്നു. ഇനി ആട് ജീവിതം പോലെ ആവും എൻ്റെ ജീവിതം. പയ്യാണ് നമ്മളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പോകണം കേട്ടാ. പയ്യ ഓക്കെ പയ്യ. ആ ഓക്കെ ഓക്കെ. ആ നമ്മൾ വെളിക്ക് ഇറങ്ങിയത് നല്ല പശുവുണ്ട്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗ്രാമത്തിൽ കൂടെ. അടിപൊളിയായിട്ട് നമ്മുടെ ബയ്യാണ് നമ്മളെ സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ കൊണ്ടുപോകണം കേട്ടാ. സൂപ്പറായില്ലേ. ഇവിടെ ഇങ്ങനത്തെ കുറേ വീടുകളുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നടന്നപ്പോൾ മരുഭൂമി എത്താറായി. ദാ പോണ ഒരു ഒട്ടകം. ഇവിടെ നല്ല വെള്ളക്ഷാമം ആയതുകൊണ്ട് ചേച്ചിമാർ വെള്ളം കൊണ്ടുപോകണ കണ്ടാ. ഇത് കണ്ടാ, അത് അവർ വെള്ളം കോരുകയാണ് ഇവിടെ കുളത്തുനിന്ന്. നമ്മൾ ഈ മറ്റേ ഒരു ദിലീപിൻ്റെ ഒരു പടമുണ്ട് വെള്ളം കിട്ടാണ്ട്, ആ പടത്തിൻ്റെ പേര് ഞാൻ മറന്നു. ആ പടത്തിൽ പോലെ ഇത് വെള്ളക്ഷാമം ആയതുകൊണ്ട് ഇവിടുന്ന് എല്ലാവരും ഇങ്ങനെ ഏറ്റി അങ്ങനെ ദൂരം കൊണ്ടുപോയിട്ടാണ് നിൽക്കണത്. പിന്നെ സിറ്റുവേഷൻ ഒന്നും ആലോചിക്കില്ലേ. എന്തായാലും ഒന്ന് നോക്കുമ്പോൾ കേരളമൊക്കെ എന്തുകൊണ്ടും ഭാഗ്യവാൻ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ് കേട്ടോ. കാരണം ആവശ്യത്തിന് വെള്ളം, കാര്യങ്ങൾ, സൗകര്യം, കറണ്ട്, ഇലക്ട്രിസിറ്റി, പെട്ടെന്ന് പോവുക, നല്ല റോഡ്, ഇതൊക്കെ നോക്കി. ഇതാണ് അവിടുത്തെ കിണർ. ഓ വെള്ളമുണ്ട് കണ്ട, അവരൊക്കെ അവിടെ നിന്ന് വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ്. ആ എൻ്റെ അടിയിൽ കണ്ട വെള്ളം കണ്ട. ഇവിടുത്തെ കിണറൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് കിണറാണ്. നല്ല വ്യൂ ആണ് കേട്ടോ. ഓരോരുത്തരും അവരൊക്കെ കോരിക്കൊണ്ടിരിക്കുകയാണ് കണ്ട. നല്ല ആക്കി കണ്ട, അവരൊക്കെ കോരിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മോമറിച്ചിട്ടായിട്ടിരിക്കണം. നല്ല വ്യൂ ആണ്. അനാവശ്യമായിട്ട് അവരിനെ എടുക്കുന്നത് ശരിയല്ലല്ലോ. ശേഷം നമ്മളത് നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അവിടെ വെള്ളം പിടിക്കുന്ന സ്ഥലം അവിടെ എല്ലാം. ഇവിടെ എൻ്റെ ചേച്ചിമാരൊക്കെ പോയി കണ്ട. ഇവിടെ നല്ലോണം വെള്ളമുണ്ട് കേട്ടോ. അതിൻ്റെ അടിയിൽ കാണില്ല, അത്രയ്ക്ക് അടിയിൽ അവർ പൊന്തിച്ചെടുക്കുകയാണ്. ചെറിയ കിണറായതുകൊണ്ടേ ഈ കുട്ടി നമ്മുടെ എന്തോ ചോദിച്ചു വരുന്നത്. അതവരൊക്കെ വെള്ളം കൊണ്ട് പോണ് കണ്ട, സമ്മതിക്കണം. പിന്നെ നടക്കണതിനിടയ്ക്ക് ഇവിടെ ഒരു മരം കണ്ടു കേട്ടോ. അതായത് 100 വർഷത്തിന് മേലെ പഴക്കമുള്ളൊരു മരമാണ് കേട്ടോ. ഈ മറ്റേ ഒട്ടകമൊക്കെ റെസ്റ്റ് എടുക്കാൻ വന്നിരിക്കുന്ന മരമാണ്. ഒറ്റയ്ക്ക് ഒരു ക്യാമൽ നടന്നുകൊണ്ട് കേട്ടോ ഒട്ടകം. അത് യങ് ആയതുകൊണ്ട് അതിനാരും പുറത്ത് കയറ്റുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. മൂപ്പരാൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മരുഭൂമി എത്തി. മരുഭൂമി കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് നല്ലൊരു മരുഭൂമി എത്തിയിട്ടുണ്ട് കേട്ടാ. മരുഭൂമിയിൽ സൂര്യാസ്തമയം കാണാൻ അടിപൊളിയായിട്ടുണ്ട്. മൊത്തം നല്ല തരിമണൽ പോലെയാണ്. ഞാൻ വന്നത് എന്തായാലും നല്ല ദിവസമുണ്ട്. കാരണം ഇവിടെ ക്യാമൽ റേസ് നടത്തുകയാണ് എത്ര അവർ പ്രാക്ടീസിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടുത്തെ ആളുകൾ നാട്ടുകാർ വേണ്ടി കാണാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും അത് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടാ. ഇതാ കണ്ട ഒട്ടകം ഓട്ട മത്സരത്തിന് വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ ഒരാൾ ഒട്ടകത്തിന് ഡിസൈന് വേണ്ടിയിട്ട് ഡൈ തേച്ച് കൊടുത്തിരിക്കുകയാണ്. എന്തായാലും കലക്കി. പാവ ഒട്ടകം. ഇതൊക്കെ ഓട്ട മത്സരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഓട്ട മത്സരത്തിന് മുമ്പ് ഒട്ടകത്തിനൊക്കെ കുറച്ച് ട്രെയിനിങ് കൊടുത്തിട്ട് ഇവർ ചെറുതായിട്ട് ഓട്ടിപ്പിക്കുകയാണ്. ഒട്ടകങ്ങളായിട്ട് റേസിന് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഒന്ന് കലക്കും. ആ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഒട്ടക റേസ് കാണുന്നത്. ഒരു റേസും കണ്ടിട്ടില്ല. എന്നാലും ഒരു ഒട്ടക റേസെങ്കിലും കാണാൻ പറ്റിയല്ലോ. തുടങ്ങിയിട്ടാ ഒരേ ഓട്ടമാണ്. ഒട്ടകം ഒരേ ഓട്ടം. അതാ ഓട്ട മത്സരമാണ്. ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഇത് അവനാണ് കേട്ടാ, ഫണ്ടി പോണവൻ. വേറെ ലെവല്. അവനെ കടത്തി ഇവൻ. എന്റെ അമ്മോ, അവൻ ഫസ്റ്റ് അടിച്ചു തോന്നുന്നു കേട്ടോ. ബാക്കി ഓട്. വേറെ ലെവലിട്ടാ അടിച്ചോ. അതിന് എത്ര അടിക്കണേ. ബൈക്കിലെ ആളുകൾ വേണ്ടി കേട്ടോ. അയ്യോ, മറ്റേ ഒട്ടകം ഒരേ പടാട്ടാ. ബൈക്കിനെയൊക്കെ വെട്ടിച്ചിട്ട് ഓടണേ, ബൈക്കിനും കാറിനെയൊക്കെ. വേറെ ലെവല് കിട്ടാ. ഒട്ടകം അടിച്ച് ഒരേ അടിയാണ് അതിനെ. പാവം അവൻ ഓടാൻ വയ്യാണ്ട് നടന്നു പോകുന്നുണ്ട് കേട്ടോ. അവൻ്റെ കൂട്ടത്തില് പാവം അതിന് ടയർഡായി തോന്നുന്നു കേട്ടാ. ഇങ്ങനെ അടിച്ചിട്ട് പാവം. അങ്ങനെ ഒട്ടക റേസ് കഴിഞ്ഞു കേട്ടാ. പാവം ഒരേ ഓട്ടമായിരുന്നു എല്ലാ ഓട്ടവും. അങ്ങനെ അത് കഴിഞ്ഞു.
ഇനിയിപ്പോൾ വീണ്ടും അതിന് അങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. വേറെ ഒട്ടകമൊക്കെ വന്നിട്ടാണ് തോന്നുന്നു. ഒരു വട്ടം കൂടെ ഒട്ടക റേസ് ഉണ്ട് എന്ന് പറയണവർ. ഒന്നും കൂടെ ഒട്ടക റേസിന് കൊണ്ടുപോകണം ഇവരിനെ. ഒട്ടകങ്ങളെല്ലാം നിരന്ന് നിൽക്കുന്ന സമയത്ത് ഒരു ഒട്ടകം മാത്രം റേസ് തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ഓടുകയാണ് കേട്ടോ പാവം. അയ്യോ ബാക്കി ഒട്ടകങ്ങളൊക്കെ അവിടെ വരിയായിട്ട് നിൽക്കുന്നുണ്ട്. ഒന്ന് ഓടാൻ തുടങ്ങിയിട്ട് വേറെ ഒന്ന് ഓടി വരണ്ടേ. നമ്മുടെ ഉമ്മറത്ത് കൂടെയാണ് ഒട്ടകം ഓടി വരുന്നത്. ഞങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് കാണിച്ചു തരാം കേട്ടാ. വരണ്ടേ വന്നു ദാ ഒരേ ഓട്ടം എൻ്റെ മോനെ, ഒരേ ഓട്ടം. പാവം അതിന് കതക്കിച്ചിട്ട് പാവം. അതാ വേറെ അപ്പുറത്തും ഏയ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതിന് ബാക്ക് ഇപ്പം നമ്മുടെ മുഖത്ത് കൂടെ വരില്ല. അതാ ബാക്കിൽ ബൈക്കിൽ കുറച്ച് ടീംസ് ഇതോ അതിന് വയ്യ കതക്കണോ. ബൈക്കിൽ അതിനെ പിടിക്കാൻ വേറെ ടീംസ്. എന്തായാലും കലക്കി സൂപ്പറായിട്ട് കേട്ടാ. റേസ് കഴിഞ്ഞു. ഞങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോകണം കേട്ടാ. അല്ല ബാദൽ ഹൗസിലേക്ക് പോകാൻ പോകണേ. നമ്മളടുത്ത റൂമിലേക്ക് പോകാൻ പോകണം കേട്ടാ. കാറിലാണ് പോണേ. ആളുടെ ഫ്രണ്ടിൻ്റെ കാറുണ്ട്. അപ്പോൾ ആ കാറിലാണ് പോകണം കേട്ടോ. അത് ചെറിയ പയ്യൻ വരെ വേറെ ലെവൽ കിട്ടാ അവൻ. അപ്പോൾ നമുക്ക് ഈ കാറിൽ പോവാട്ടാ. ചെറിയ 2 പിള്ളേരാണ് ഒട്ടക ഓടിച്ചിട്ട് വരുന്നത്. അതിന് മേച്ചിട്ട് വരുന്നത് ചെറിയ 2 പിള്ളേരെ. ഒട്ടക റേസും ഇന്നത്തെ രാജസ്ഥാൻ ബസ് യാത്രയും മരുഭൂമി ആദ്യമായിട്ട് കണ്ടതും എല്ലാം കൂടെ ദിവസം കഴിഞ്ഞ്. അപ്പോൾ ഞാൻ തിരിച്ചെല്ലാം കഴിഞ്ഞ് സൺസെറ്റ് കഴിഞ്ഞ് തിരിച്ചിങ്ങനെ വരികയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനും കാട്ടി നല്ല വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോസ് ഇടണമെന്നുണ്ട്. ഹിന്ദി ഒന്നും പ്രശ്നമല്ല. ഇത് മറാത്തി ലാംഗ്വേജാണ് അവിടെ. അല്ലേ മറാത്തി ലാംഗ്വേജ് മാർവാടി ലാംഗ്വേജ് ആണ് ഇവിടെ കൂടുതൽ പേരും സംസാരിക്കുന്നത്. ഒരു വില്ലേജാണ്. വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടാ. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ. നമ്മൾ താമസിക്കുന്ന ഈവനിങ് വ്യൂ ആണത്. നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ അവിടുത്തെ റൂമല്ല വീട്. അവളുടെ മകൻ അത് വെയിറ്റ് ചെയ്തിരിക്കണം അച്ഛനെ. അടിപൊളിട്ടാ. ഓ ഔട്ട് സൈഡ് കൊണ്ടുപോകണം ബ്രോ. കണ്ണൊക്കെ എഴുതി ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കണം. ഇനി നമ്മുടെ റൂമിൽ പോയിട്ട് നമ്മുടെ റൂമിലേക്ക് നമ്മൾ കയറാൻ പോകണം. ടാവ് കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ പുറം വ്യൂ കാണിച്ചു തരാം. ഇതാണ് പുറം വ്യൂ. തുറന്നു കഴിഞ്ഞാൽ ഇതാണ് വ്യൂ. നമ്മളിന്ന് ഇവിടെയാണ് കിടക്കാൻ പോകുന്നത്. മുകളിൽ മൊത്തം ഇതാണ്. ഇനി 2-3-4 ദിവസത്തേക്ക് ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടാ. റേറ്റൊക്കെ ഉണ്ട് എല്ലാം. അതാണ് നമ്മൾ താമസിക്കുന്ന റൂം. ബാദൽ ഹൗസ് എന്നാണ് ഇതിന് പറയാം. അപ്പോൾ ഗൈസ് ഞാൻ രാത്രിയായി കിടക്കാൻ നിൽക്കുകയാണ്. ഇതൊരു വില്ലേജ് ആയതുകൊണ്ട് അധികം ശബ്ദം ഉണ്ടാക്കാനെല്ലാം പറ്റില്ല. അപ്പുറത്തൊക്കെ ആളുകൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ റൂം കേട്ടോ. എല്ലാം അലക്കാനിട്ടിരിക്കുകയാണ്. അപ്പോൾ നാളെയും മറ്റന്നാളായിട്ട് വേറെ വീഡിയോസ് ആയിട്ട് വരാം. ടാറ്റ ബൈ.